ക്രൈസ്തവർ പരിശുദ്ധമായി ആചരിക്കുന്ന ഞായറാഴ്ച ഒരു വൈദികൻ്റെ പ്രവൃത്തി ലോകത്തെ ക്ഷമയുടെ പാഠം പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഐറിഷ് ആർമി ചാപ്ലിനായ ഫാദർ പോൾ മർഫി തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കൗമാരക്കാരനായ ഒരു തീവ്രവാദിയുടെ വിചാരണയ്ക്കായി കോടതിയിൽ എത്തിയതായിരുന്നു. കഴിഞ്ഞ മാസത്തെ ഒരു ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം. തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആ ഭീകരനോട് പരസ്യമായി ക്ഷമിച്ചുകൊണ്ടായിരുന്നു ആ വൈദികൻ ലോകത്തിന് മാതൃകയായത്. വെറും വാക്കാൽ ക്ഷമിക്കുക മാത്രമല്ല, പരസ്യമായി അയാളെ വൈദികൻ ആലിംഗനം ചെയ്യുകയും ചെയ്തു. 2024 അയർലൻഡിലെ ഗാൽവേയിൽ വെച്ച് വൈദികന് നേരെ ആക്രമണമുണ്ടാകുന്നത്. ഐസിസ് ഭീകരരുടെ പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു 19കാരനായിരുന്നു ഫാദർ മർഫിയെ ആക്രമിക്കുന്നത്. അക്രമത്തിൽ വൈദികന് ഒരു കൈ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പരിക്കേറ്റിരുന്നുവെന്നും പരിക്കുകളിൽ നിന്നും മുക്തി നേടാൻ മാസങ്ങളെടുത്തുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആ പ്രതിയുടെ വിചാരണ വേളയിലായിരുന്നു കോടതിയിൽ വെച്ച് വൈദികൻ തന്നെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയോട് ക്ഷമിച്ചത്. വൈദികൻ്റെ ആ പ്രവൃത്തിയിലൂടെ ആ യുവാവിലും പരിവർത്തനമുണ്ടായി എന്ന് വേണം പറയാൻ. വിചാരണ അവസാനിച്ച വേളയിൽ ആ യുവാവ് കണ്ണീരോടെ ഫാദർ മർഫിയോട് മാപ്പപേക്ഷിച്ചു. ഫാദർ മർഫി അയാളുടെ അടുത്തേക്ക് ചെന്ന് ഹസ്തദാനം നൽകുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. വാസ്തവത്തിൽ ഇവിടെ തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിൽ അന്ധമായി വിശ്വസിച്ച് അതിൽ വീണുപോയ ഒരു യുവാവ്. ആ യുവാവിനെ ഒരൊറ്റ വാക്കുകൊണ്ട് മാനസാന്തരപ്പെടുത്തി അവനിലൊരു പരിവർത്തനം രൂപപ്പെടുത്താനുള്ള വഴി തുറന്നു നൽകാൻ ഫാദർ മർഫി ഒരു നിമിത്തമാവുകയായിരുന്നു. അതോടൊപ്പം വെറുപ്പ് കൊണ്ടല്ല, ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് എതിരാളിയെ കീഴ്പ്പെടുത്തേണ്ടത് എന്ന സന്ദേശവും ഫാദർ മർഫി തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകുകയും ചെയ്തു.